അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ എന്ന് കാണാറുണ്ട്, അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് ഡീഹാലോജിനേഷൻ എന്ന് പറയുന്നത്. ഡീഹാലോജിനേഷൻ എന്ന് പറയുമ്പോൾ ഡീഹൈഡ്രോ റിമൂവൽ ഓഫ് വാട്ടർ, ഡീഹാലോ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹാലജൻ. രണ്ട് റിമൂവൽസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹാലോ ആൽക്കിൻ എടുക്കുന്നു, CH3 CH2 Cl. ഓക്കെ, സോ ഇത് ക്ലോറോ ഈത്തേൻ ആണ്. ഇതിലേക്ക് ആൽക്കഹോളിക് AOH കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ആ റിയാക്ഷൻ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, സോ ആൽക്കഹോളിക് AOHൽ K+ഉം OH- ആണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹാലജനിൽ ക്ലോറിനും ഉണ്ട്. അപ്പോൾ ഇവിടെ എലിമിനേഷൻ എങ്ങനെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഹാലജൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണിൽ നിന്ന് ഹാലജനും തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും, അങ്ങനെയാണ് എലിമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഹാലജൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണിൽ നിന്ന് ഹാലജനും ആൽക്കഹോളിക് AOHലെ Kയും കൂടെ KCl ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. അതുപോലെ തൊട്ടടുത്ത കാർബണിൽ, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആൽഫയാണ്, തൊട്ടടുത്ത പൊസിഷൻ ബീറ്റയാണ്. അതുകൊണ്ടാണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബീറ്റ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജനും റിയേജൻറ്റിലെ OHും കൂടെ H2O ആയിട്ട് എലിമിനേറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ ബീറ്റ ആൽഫ പൊസിഷൻ രണ്ടിടത്തുനിന്നും ഒരുപോലെ എലിമിനേഷൻ വരുന്നതുകൊണ്ട് നമുക്കിവിടെ നിന്ന് CH2 ഡബിൾ ബോണ്ട് CH2, അതായത് ഒരു ആൽക്കീനാണ് കിട്ടുന്നത്. ഓക്കെ, സോ എലിമിനേഷൻ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കൺവേർഷൻ ആയിട്ടാണെങ്കിൽ ഹാലോ ആൽക്കീനിൽ നിന്ന് ആൽക്കീനിലോട്ടുള്ള കൺവേർഷനാണ്. ഓക്കെ, ദെൻ ഇപ്പോൾ നേരത്തെ ഞാൻ ചൂസ് ചെയ്തത് 2 കാർബണാണ്, സ്ട്രെയിറ്റ് ചെയിനിലാണ് ഹാലജൻ വരുന്നത്. ഇപ്പോൾ സപ്പോസ് CH3 CHCl CH2 CH3 എന്ന് വരികയെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതേ റിയേജൻറ്റ് നമ്മൾ ആൽക്കഹോളിക് AOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എലിമിനേഷനാണ് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹാലജൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബൺ ഇതാണ്. ഹാലജൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണിൽ നിന്ന് ഹാലജനും തൊട്ടടുത്ത കാർബൺ എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 2 ബീറ്റ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ബീറ്റ പൊസിഷൻസിൽ നിന്നും ഹൈഡ്രജൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ 1 and 2 എന്ന് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ ഇറങ്ങുന്നത് എങ്കിൽ ഇവനും ഈ ബീറ്റയ്ക്കും ഈ ആൽഫയ്ക്കും ഒരേപോലെ നഷ്ടം വരികയാണ്. സോ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3, അതായത് ബ്യൂട്ടീൻ ആണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. ഇതൊരു സാധ്യത മാത്രമാണ്. ഇതുകൂടാതെ മീൻസ് ഇവിടെ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതും ബീറ്റ പൊസിഷൻ തന്നെയാണ്. അവിടെ നിന്നും ഹൈഡ്രജൻ എലിമിനേറ്റ് ആവാം. അപ്പോൾ അവിടെ നിന്ന് ഹൈഡ്രജനും തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹാലജനും ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH2 CH3 ആണ്. ഡബിൾ ബോണ്ട് CH2 CH3. അപ്പോൾ ഒന്ന് നമുക്ക് കിട്ടുന്നത് ബ്യൂട്ടീനും നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് But2നുമാണ്. സോ ഇങ്ങനെ വരുമ്പോൾ മേജർ മൈനർ പ്രൊഡക്ട്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ എലിമിനേഷൻ റിയാക്ഷൻ്റെ മേജർ മൈനർ പ്രൊഡക്റ്റിനെ തീരുമാനിക്കുന്നത് സേസ്റ്റഫ് റൂളാണ്. സേസ്റ്റഫ് എന്നും സേസ്റ്റഫ് എന്നും കാണാറുണ്ട്, രണ്ടും സെയിം റൂള് തന്നെയാണ്. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഡബിൾ ബോണ്ടിന് അക്രോസ് എവിടെയാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുന്നത് അതായിരിക്കും മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ But2ലാണ് ഡബിൾ ബോണ്ടിന് അക്രോസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതൽ. അപ്പോൾ But2 ഇസ് ദ മേജർ പ്രൊഡക്റ്റ് ആൻഡ് ബ്യൂട്ടീൻ ഇസ് ദി മൈനർ പ്രൊഡക്റ്റ് കേട്ടോ. ഇപ്പോൾ എലിമിനേഷൻ റിയാക്ഷൻ്റെ കേസിൽ അതൊന്ന് ശ്രദ്ധിക്കാം. ബീറ്റ എലിമിനേഷനാണ്, ഡീഹാലോജിനേഷനാണ്, ആൽക്കഹോളിക് AOH ആണ് റിയേജൻറ്റ് വരുന്നത്. ദെൻ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഹാലോ ആൽക്കീൻ ആണെങ്കിൽ ഒരു മേജർ മൈനർ പ്രൊഡക്റ്റ് വരും. മേജർ മൈനർ പ്രൊഡക്റ്റിനെ തീരുമാനിക്കുന്നത് സേസ്റ്റഫ് റൂളാണ് കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞു. ദെൻ മൂന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി വരുന്നത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്. നമ്മൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് വെച്ച് മാത്രമാണ് റിയാക്ഷൻ ചെയ്യുന്നത്. അതായത് റിയാക്ഷൻ വിത്ത് Mg മഗ്നീഷ്യം, അതുപോലെ തന്നെ റിയാക്ഷൻ വിത്ത് സോഡിയം. ഓക്കെ, സോ മഗ്നീഷ്യം ആയിട്ടുള്ള റിയാക്ഷൻ ഇപ്പോൾ ഞാനൊരു ഹാലോ ആൽക്കീൻ എടുത്തു CH3Cl Mg ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ Mg ഇതായി ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. സോ യു വിൽ ഗെറ്റ് CH3 MgCl. ഈ റിയേജൻറ്റ് നമ്മൾ മുന്നേ പരിചയമുള്ള ആളാണ് RMgX അഥവാ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ് കേട്ടോ. ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് നമുക്ക് ഇനി ഒരുപാട് റിയാക്ഷൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ നോക്കി വയ്ക്കുക. ദിസ് ഇസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് റിയാക്ഷൻസ് എല്ലാം ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് നടക്കുക. അല്ലാത്ത പക്ഷം ഇവിടെ ഡിസോസിയേഷൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെയാണ് എന്ത്, റിയാക്ഷൻ വിത്ത് സോഡിയം. അപ്പോൾ റിയാക്ഷൻ വിത്ത് സോഡിയത്തിൽ നമുക്ക് 3 നെയിംഡ് റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹാലോ ആൽക്കിൻസിൻ്റെയും ഹാലോ അരീൻസിൻ്റെയും റിയാക്ഷൻസ് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഹാലോ അരീൻസിൻ്റെയും മെറ്റൽസിൻ്റെ റിയാക്ഷൻ മിസ് ഇവിടെ തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള എളുപ്പത്തിന്. സോ ഒന്നാമത്തെ റിയാക്ഷനാണ് എന്ത്, റിയാക്ഷൻ വിത്ത് സോഡിയത്തിൽ വുഡ്സ് റിയാക്ഷൻ. നെയിംഡ് റിയാക്ഷൻസ് പ്രത്യേകം നോക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരേപോലെയുള്ള ഹാലോ ആൽക്കിൻ, ഒരേപോലെയുള്ള 2 ഹാലോ ആൽക്കിൻ എടുക്കാം, ട്രീറ്റഡ് വിത്ത് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ട്രീറ്റ് ചെയ്യുക.
അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ സോഡിയവും ഹാലജനും കൂടെ സോഡിയം ഹാലൈഡ്, അപ്പോൾ ക്ലോറിനാണെങ്കിൽ NaCl ആയിട്ട്, ബ്രോമിനാണെങ്കിൽ NaBr ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവും. ആൻഡ് യു വിൽ ഗെറ്റ് എ ലോങ് മെമ്പർ ഓഫ് ഹൈഡ്രോ കാർബൺ. നമ്മളിവിടെ എടുക്കുന്ന ഹാലോ ആൽക്കീൻ ഏതാണോ അതിൻ്റെ ഹയർ മെമ്പറാണ് കിട്ടുക. ഓക്കെ, സോ ഇത് മാത്രമാണ് ശരിക്കും ഹാലോ ആൽക്കീൻസിൽ വരുന്നത്. ഫിറ്റിക്കും വുഡ്സ് ഫിറ്റിക്കും വരുന്നത് ഹാലോ അരീൻസിലാണ്. പക്ഷെ അതും കൂടെ നിങ്ങളിവിടെ ഒരുമിച്ച് പഠിച്ചു നോക്കുള്ളൂ കേട്ടോ. വുഡ്സ് പറഞ്ഞാൽ എന്താ പറഞ്ഞ മിസ്? 2 ഹാലോ ആൽക്കീൻ ഇസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അപ്പോൾ ഫിറ്റിക് എന്ന് പറഞ്ഞാലോ 2 ഹാലോ അരീൻസ്. ഇത് ബെൻസീനെ തന്നെ തിരിച്ചു വരച്ചിരിക്കുന്നതാണ് കേട്ടോ. 2 ഹാലോ അരീൻസ് ഇസ് ട്രീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതുപോലെ തന്നെ സോഡിയവും ക്ലോറിനും കൂടെ സോഡിയം ഹാലൈഡായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് 2 റിങ്ങുകൾ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് വരും. അതൊന്നെങ്കിൽ ഫിറ്റിക് റിയാക്ഷനായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പേരുണ്ട് ബൈഫീനൈൽ. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ബൈഫീനൈലായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിറ്റിക് നെയിംഡ് റിയാക്ഷനായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വുഡ്സ് പറഞ്ഞാൽ ഹാലോ ആൽക്കീൻസ് ട്രീറ്റഡ് വിത്ത് സോഡിയമാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഫിറ്റിക് എന്ന് പറഞ്ഞാൽ ഹാലോ അരീൻസ് ട്രീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം വിത്ത് ഡ്രൈ ഈതറാണ് കേട്ടോ. അപ്പോൾ വുഡ്സ് ഫിറ്റിക് എന്ന് പറഞ്ഞാലോ 2 റിയാക്ഷൻസിനും കൂടെ കൂട്ടിച്ചേർത്തിട്ട്, അതായത് ഒരു ഹാലോ ആൽക്കീനും ഒരു ഹാലോ അരീനും ട്രീറ്റഡ് വിത്ത് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ബൈ പ്രൊഡക്റ്റായിട്ട് സോഡിയം ഹാലൈഡ് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് ബെൻസീൻ ഇങ്ങിൻ്റെ മുകളിൽ CH3 വരും. അതായത് ഇത് ടൊളുവിൻ്റെ പ്രിപ്പറേഷനായിട്ട് ചോദിക്കാം ഹാലോ ആൽക്കീൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ വുഡ്സ് ഫിറ്റിക്കായിട്ടും ചോദിക്കാം. അപ്പോൾ അങ്ങനെ 3 നെയിംഡ് റിയാക്ഷൻസ് വിത്ത് മെറ്റൽസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. വുഡ്സ് ഫിറ്റിക്ക്, വുഡ്സ് ഫിറ്റിക്ക്. ഓക്കെ.